ഇങ്ങനെയുള്ള വീട്ടിൽ ഒരിക്കലും ലക്ഷ്മി ദേവി വസിക്കുന്നതല്ല. ലക്ഷ്മി ദേവി ഒരു ദിവസം തൻ്റെ ഭക്തരെ കാണാനെത്തിയപ്പോൾ ആദ്യത്തെ വീടിൻ്റെ മുൻവശത്തായി പശുവും പശുക്കിടാവും ഉണ്ടായിരുന്നു. എങ്കിലും വീടിനുള്ളിൽ ദുർഗന്ധവും എച്ചിൽ പാത്രങ്ങൾ കഴുകാതെ ഇട്ടിരിക്കുന്നതുമാണ് കണ്ടത്. മറ്റൊരു വീട്ടിൽ ലക്ഷ്മി ദേവി ചെന്നപ്പോൾ രാവിലെ ആയിട്ടും ആരും എഴുന്നേൽക്കാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ഇത് കണ്ട് കോപത്തോടെ ലക്ഷ്മി ദേവി തിരികെ പോയി. മറ്റൊരു വീട്ടിൽ ചെന്നപ്പോൾ കാണുന്നത് ഒരു സ്ത്രീയുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് ഭർത്താവ് വഴക്കിടുന്നതാണ് കണ്ടത്. ഇത് കണ്ടും ലക്ഷ്മി ദേവി തിരികെ പോയി. ഇനി മറ്റൊരു വീട്ടിൽ ലക്ഷ്മി ദേവി ചെന്നപ്പോൾ വീടിന്റെ ഹാളിൽ ഭർത്താവ് കിടന്നുറങ്ങുകയാണ്. ഭർത്താവിന്റെ അരികിൽ തലമുടി അഴിച്ചിട്ടിരുന്ന് കരയുന്ന ഭാര്യയാണ് ലക്ഷ്മി ദേവി കണ്ടത്. ഇത് കണ്ടും ലക്ഷ്മി ദേവി മുഖം തിരിഞ്ഞ് നടന്നുപോയി. ഇനി അവസാനമായി ലക്ഷ്മി ദേവി ഒരു വീടിന് മുന്നിൽ ചെന്നപ്പോൾ ഐശ്വര്യമായി ആ വീടിനു മുൻപിൽ കോലം വരച്ച് വാതിലിൻ്റെ ഇരുവശത്തും വിളക്ക് കൊളുത്തി. വീടിനുള്ളിലേക്ക് ലക്ഷ്മി ദേവി കടന്നപ്പോൾ അതിരാവിലെ തന്നെ വീട്ടിൽ വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്ന കുടുംബാംഗങ്ങളെയാണ് കണ്ടത്. ഇത് കണ്ട് മനം കുളിർന്ന ലക്ഷ്മി ദേവി ആ വീട്ടിലുള്ളവർക്ക് സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വാരിക്കോരി നൽകി അനുഗ്രഹിച്ചു. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വീട് എങ്ങനെയാണോ ശുദ്ധവൃത്തിയോടുകൂടി നമ്മൾ പരിപാലിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ഫലങ്ങളും. ഇതാണ് സത്യം. മാത്രമല്ല എല്ലാ ദിവസവും നല്ല ദിവസമായി മാറ്റുന്നത് അത് നമ്മുടെ കയ്യിലാണ് ഉള്ളത്.